നമസ്കാരം. ഇന്ന് ഓശാന ഞായറാഴ്ചയാണ് എന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവരും ഓശാന ഞായറാഴ്ചയുടെ ആശംസകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നുണ്ട്. ഓശാന ഞായറാഴ്ച എന്നാൽ യേശു ക്രിസ്തു കഴുതപ്പുറത്ത് കയറി ജെറുസലേം നഗരത്തിലെത്തുകയും ഒടുവിൽ ജെറുസലേം പള്ളിയിൽ കയറി അവിടുത്തെ കച്ചവടക്കാരെ അടിച്ചോടിക്കുകയും ചെയ്ത ആ ദിവസത്തിൻ്റെ ഓർമ്മയാണ്. ഈ വഴിയിൽ ജൂതന്മാർ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ അവരുടെ മേലങ്കിയും ഒലിവ് മരത്തിൻ്റെയും മറ്റു മരങ്ങളുടെയും ചില്ലകളൊടിച്ചിട്ട് സ്വീകരിച്ചതും രാജാവിനെ പോലെ ആയിരക്കണക്കിന് മനുഷ്യർ യേശുവിനെ ആനയിച്ചു കൊണ്ടുപോയതുമാണ് ഓശാന ഞായറാഴ്ച. ഇതിനപ്പുറത്തേക്ക് എന്തിനാണ് യേശു ക്രിസ്തു ജെറുസലേമിലേക്ക് പ്രവേശനം നടത്തിയത്, പള്ളിയിലേക്ക് കയറിയത്? എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ രാജാവിനെ പോലെ ആദരിച്ചവർ ഒരാഴ്ച തികയുന്നതിന് മുൻപ് കുരിശിലേറ്റിയത്? ക്രിസ്ത്യാനികൾക്ക് പോലും അറിയില്ല എന്നതാണ് വാസ്തവം. അതൊന്ന് വിശദീകരിക്കാനുള്ള ശ്രമമാണ്. ഞാനൊരു മതപണ്ഡിതൻ അല്ലാത്തതുകൊണ്ട് ചില തെറ്റുകളുണ്ടാവും. പ്രത്യേകിച്ച് എബ്രാഹിം മുതലുള്ള കണക്കുകൾ പറഞ്ഞു വരുമ്പോൾ ഒരുപക്ഷെ ചില പേരുകളോ മറ്റൊക്കെ മാറിയെന്ന് വരാം. അത് ക്ഷമിക്കണം. അടിസ്ഥാനപരമായ എൻ്റെ ലക്ഷ്യം, എന്തിനാണ് യേശു ക്രിസ്തു ജെറുസലേമിലേക്ക് കഴുതപ്പുറത്ത് വന്നത്, എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ രാജാവിനെ പോലെ സ്വീകരിച്ചവർ പിന്നീട് കുരിശിലേറ്റിയത് എന്നത് വിശദീകരിക്കുകയാണ്. ബാബിലോണിയയിൽ താമസിച്ചിരുന്ന എബ്രാഹിമിനെ ദൈവം തെരഞ്ഞെടുത്തത് മുതലാണ് ഇസ്രായേലിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. ആ ജൂതമതത്തിൻ്റെ തുടർച്ചയാണ് ക്രിസ്തു മതവും ഇസ്ലാം മതവും. എബ്രാഹാമിന് ഇസഹാക്ക് എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു. ഇസഹാക്കിൻ്റെ 2 മക്കളിൽ ഒരാളായിരുന്നു യാക്കോബ്. യാക്കോബിൻ്റെ തുടർച്ചയായാണ് ജൂതവംശം പിറക്കുന്നത്. യാക്കോബിനെയാണ് ആദ്യമായി ദൈവം ഇസ്രായേൽ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് ഇസ്രായേൽ എന്ന പേര് പോലും ഉണ്ടാവുന്നത്. യാക്കോബിന് 12 മക്കളുണ്ടായിരുന്നു, 11 ആൺമക്കളും ഒരു പെണ്ണും. യാക്കോബിൻ്റെ 11 ആൺമക്കളാണ് ഇസ്രായേലിൻ്റെ 11 ഗോത്രങ്ങളായി പിന്നീട് മാറുന്നത്. ദൈവം എബ്രാഹിമിനെ വിളിച്ചു കൊണ്ടുവന്ന് ഇപ്പോഴത്തെ ഇസ്രായേലും ഫലസ്തീനും ഒക്കെ അടങ്ങുന്ന കനാൻ ദേശം എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നതാണ്. അവിടെ ആട്ടിടയന്മാരുമൊക്കെയായി സാധാരണ ജീവിതം നയിക്കുകയാണ്. അവിടെയാണ് ഈ തലമുറകളൊക്കെ മാറി വരുന്നത്. യാക്കോബിൻ്റെ 12 മക്കളിൽ ഏറ്റവും ഇളയവനായിരുന്നു ജോസഫ്. ജോസഫിനെ യാക്കോബിന് വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ജോസഫിനോട് മറ്റ് ആൺമക്കൾക്ക് അസൂയയും. അങ്ങനെ അവർ ജോസഫിനെ കൈകാലുകൾ ബന്ധിച്ച് ഈജിപ്തിൽ ഒരു അടിമയായി വിറ്റു. ജോസഫ് അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി എന്നാണ് പിതാവ് യാക്കോബിനോട് പറഞ്ഞിരുന്നത്. ജോസഫ് അങ്ങനെ ഈജിപ്തിലെത്തുന്നു. ഈജിപ്തിലെ കാരാഗൃഹത്തിൽ താമസിക്കുന്നു. എന്നാൽ ജോസഫിനെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അങ്ങനെ ഈജിപ്തിൽ അക്കാലത്തെ ഫറവോ വലിയൊരു ദുസ്വപ്നം കാണുന്നു. ജോസഫിനോട് പറയുന്നു. ജോസഫ് പറഞ്ഞു, ഇനി വരാൻ പോകുന്ന 7 വർഷം സമൃദ്ധിയുടേതാണ്. അതിനുശേഷം 7 വർഷം ലോകം മുഴുവൻ വറുതിയിലാകും. ഇതിൽ സംപ്രീതനായ ഫറവോ ജോസഫിനെ ഈജിപ്തിലെ ഗവർണറാക്കുന്നു. ജോസഫ് തൻ്റെ മിടുക്കുകൊണ്ട് കഴിവുകൊണ്ട് 7 വർഷത്തെ സമൃദ്ധിയുടെ കാലത്ത് വിളവുകൾ, ധാന്യങ്ങൾ ശേഖരിച്ച് വലിയ തോതിൽ സംഭരിക്കുന്നു. വരാൻ പോകുന്ന 7 വർഷം കൈകാര്യം ചെയ്യാൻ വേണ്ടി ജോസഫ് എന്ന ഗവർണർ വലിയ തോതിൽ പലതരത്തിൽ സംഭരണശാലകൾ ഉണ്ടാക്കി ധാന്യങ്ങൾ സംഭരിക്കുന്നു. 7 വർഷം കഴിഞ്ഞ് വലിയ വരൾച്ച ഉണ്ടാവുന്നു. ആ വരൾച്ച 7 വർഷം നീളുന്നു. ലോകം മുഴുവൻ പട്ടിണിയിലാകുന്നു. എന്നാൽ ജോസഫിൻ്റെ മിടുക്കുകൊണ്ട് ഈജിപ്ത് സമ്പൽ സമൃദ്ധിയിൽ തുടരുന്നു. അങ്ങനെ അയൽ രാജ്യത്തു നിന്ന് ആളുകൾ പലപ്പോഴും ധാന്യങ്ങൾ വാങ്ങാൻ അവിടെ എത്തും. യാക്കോബ് തൻ്റെ മക്കളെ ധാന്യങ്ങൾ വാങ്ങാൻ വേണ്ടി ഈജിപ്തിലേക്ക് അയക്കുന്നു. അവിടെ വെച്ച് ജോസഫ് എന്ന ഗവർണറെ തൻ്റെ സഹോദരങ്ങൾ കാണുന്നു. ജോസഫ് പക്ഷെ അവരോട് പറഞ്ഞത്, വരാൻ പോകുന്ന ക്ഷാമകാലത്ത് നമ്മുടെ വംശം അന്യം നിന്ന് പോകാതിരിക്കാൻ ദൈവം എന്നെ നിങ്ങളെക്കാൾ മുമ്പ് അയച്ചതാവുമെന്നാണ്. അങ്ങനെ അവർ തമ്മിൽ സന്ധിയിലാകുന്നു. ജോസഫിൻ്റെ സഹോദരങ്ങൾ, അതായത് യാക്കോബിൻ്റെ മക്കൾ എല്ലാവരും ഈജിപ്തിലേക്ക് മാറുന്നു. തലമുറകൾ മുമ്പോട്ട് പോകുന്നു. ഇവർ പെറ്റുപെരുകുന്നു. ഈജിപ്തിൽ ഇവർ വലിയ നിർണായക ശക്തികളായി മാറുന്നു. ഇതോടുകൂടി ഇവരെക്കുറിച്ചുള്ള ആശങ്ക ശക്തമാവുകയും ഇവരെ ഈജിപ്തുകാർ അടിമകളാക്കുകയും ചെയ്യുന്നു. 10 പതിറ്റാണ്ടുകളോളം ഇവർ അടിമകളായി അവിടെ കഴിയുകയാണ്. അടിമകളുടെ ജീവിതം എല്ലാവർക്കും അറിയാം. ദൈവത്തിൻ്റെ മക്കളാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈജിപ്തിൻ്റെ അടിമകളാണ്. അവിടെ നിന്നാണ് മോശയെ ദൈവം തിരഞ്ഞെടുക്കുന്നതും കാനാൻ ദേശം വാഗ്ദാനം ചെയ്യുന്നതും. ദൈവം ചെങ്കടൽ കടത്തി അവിടെയുള്ള ഇസ്രായേലുകാരുമായി ചെങ്കടൽ കടത്തി കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുന്നതും. പക്ഷെ മഹാഹങ്കാരികളായിരുന്നു, കുഴപ്പക്കാരായിരുന്നു, തമ്മിൽ തല്ലികളായിരുന്നു. അവരെല്ലാവരും തന്നെ സീനായ് മരുഭൂമിയിൽ പെട്ടുപോയി. 41 വർഷം നീണ്ടുനിന്നു അവരുടെ പലായനം. ഈ പലായനത്തിൽ ഈജിപ്തിൽ നിന്നിറങ്ങിയ ഒട്ടുമിക്കവരും മരിച്ചുപോയി. അവരുടെ മക്കളും കൊച്ചുമക്കളുമൊക്കെ ആയിരുന്നു മുമ്പോട്ടുള്ള യാത്ര നയിച്ചത്. അങ്ങനെയാണ് ജോഷുവയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശത്തെത്തുന്നതും അവിടെ അവർ ഇസ്രായേൽ സാമ്രാജ്യം സ്ഥാപിക്കുന്നതും. യുദ്ധത്തിലൂടെ കാനാൻ ദേശം എന്ന് പറയുന്ന ഇസ്രായേലും ഫലസ്തീനും ഒക്കെ അടങ്ങുന്ന പ്രദേശം മുഴുവൻ അവർ പിടിച്ചെടുത്തു. ആദ്യത്തെ രാജാവായി ദാവീദ് നിയമിതനായി. ദാവീദിൻ്റെ മകൻ സോളമൻ രാജാവായിരുന്നു. ജെറുസലേം പള്ളി അടക്കമുള്ളവ പണിത ഇസ്രായേൽ സമുദായത്തിന് വലിയ ഐശ്വര്യമുണ്ടാക്കി കൊടുത്തത്. പക്ഷെ ഇവർ തമ്മിൽ പരസ്പരം ഭിന്നിച്ചു, വഴക്കായി, യുദ്ധമായി.
40 വർഷത്തോളം പരസ്പരം ഇവർ മത്സരിച്ച് 2 രാജ്യങ്ങളായി, യൂദയയും ഇസ്രായേലും. 2 രാജ്യങ്ങളും പിന്നീട് അയൽ രാജ്യങ്ങൾ അടിമകളാകുന്നു. ബാബിലോൺ അടക്കമുള്ളവർ പിടിച്ചെടുത്ത് 2 രാജ്യങ്ങളെയും അടിമകളാക്കുന്നു. അങ്ങനെ ഒരു വംശം അന്യം നിന്ന് പോകുന്നു. എന്നാൽ ബാബിലോൺ ആക്രമിച്ച പേർഷ്യ ഇസ്രായേൽ പിടിച്ചതോടെ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. ഇതിനിടയിൽ ജെറുസലേം ദേവാലയം ഒക്കെ തകർന്നിരുന്നു. ഈ കാലയളവിൽ വീണ്ടും ജെറുസലേം ദേവാലയം പുനരാരംഭിക്കുന്നു, പരസ്പരം സഹകരണത്തോടെ പുനരാരംഭിക്കുന്നു. പക്ഷേ ഗ്രീക്കുകാരും റോമക്കാരുമൊക്കെ ഇതിനിടയിൽ ആധിപത്യം സ്ഥാപിക്കുന്നു. ഇവർക്കൊരിക്കലും സ്വന്തമായി ഒരു രാജാവിനെ കിട്ടുന്നില്ല. ദൈവം അതിനെ അനുവദിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഈ കാലയളവിലാണ് പ്രവാചകന്മാരുണ്ടാവുന്നതും. അവരൊക്കെ പണ്ട് മുതലേ പറഞ്ഞിരുന്നത്, മോശയുടെ കാലം മുതൽ പറഞ്ഞതുപോലെ ഒരു യേശാവിനെ അവർ കാത്തിരിക്കുന്നു. മിശിഹ വരും, രക്ഷിക്കുമെന്ന പ്രതീക്ഷയിൽ അവർ മുമ്പോട്ട് പോകുന്നു. അവർക്ക് രാജാക്കന്മാരില്ല, പ്രവാചകന്മാർ മാത്രമാണുള്ളത്. പ്രവാചകന്മാരൊക്കെ മാറി മാറി ഇസ്രായേലിനെ രക്ഷിക്കാൻ വരുന്ന മിശിഹായെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ കാലയളവിലാണ് യേശു ക്രിസ്തു ജനിക്കുന്നത്. പരമാവധി അത്ഭുതങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുകയും പരമാവധി പ്രകടനപരത ഒഴിവാക്കുകയും ചെയ്ത യേശുവിൻ്റെ പ്രവർത്തികൾ പതിയെ ഇസ്രായേലിൽ വ്യാപകമാകുന്നു. യേശുവിൽ അവർക്കൊരു പ്രതീക്ഷ ഉണ്ടാവുന്നു. എന്നാൽ യേശു പരമാവധി ഒഴിഞ്ഞു മാറുകയാണ്. യേശുവിനറിയാം താൻ രാജാവാകാനുള്ള ആളല്ല എന്ന്. രാജാവിനെ കാത്തിരിക്കുന്ന ഇസ്രായേലികൾ യേശുവായിരിക്കും രാജാവ് എന്ന നിഗമനത്തിലേക്ക് എത്തുന്നു. അതുകൊണ്ടാണ് 2 മക്കളെ കൊണ്ടുപോയി യേശുവിന് കൊടുത്തിട്ട് ഒരമ്മ പറയുന്നുണ്ട്, നിന്റെ രാജ്യത്തിൻ്റെ ഇടതും വലതും ഇവരെ ഇരുത്തണമേ എന്ന്. ശിഷ്യന്മാരിടയ്ക്ക് യേശുവിനോട് ചോദിക്കുന്നുണ്ട്, എന്നാണ് നിന്റെ രാജ്യം നിലവിൽ വരുന്നതെന്ന്. ഇവരൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് ദാവീദിൻ്റെ പിന്തുടർച്ചയായി ഇസ്രായേലിനെ ഭരിക്കാൻ യേശുവിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ്. അവിടെയാണ് യേശു ക്രിസ്തു തീരുമാനമെടുക്കുന്നു. തൻ്റെ രാജ്യം ഭൗതികമല്ല, ആത്മീയമാണ് എന്ന് സ്ഥാപിക്കാൻ യേശു ഒരു തീരുമാനമെടുത്തിട്ടാണ് ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ടാണ് കുതിരയ്ക്ക് പകരം കഴുതയെ യേശു ക്രിസ്തു തെരഞ്ഞെടുത്തതും കഴുതപ്പുറത്ത് കയറി മുമ്പോട്ട് വന്നതും. യേശുവിൻ്റെ വരവ് ജൂതന്മാർ ആഘോഷമാക്കി. അവർക്കൊരു രാജാവിനെ കിട്ടി എന്ന പ്രതീക്ഷ അവരെ ആഹ്ലാദചിത്തരാക്കി. അങ്ങനെയാണ് കഴുതപ്പുറത്ത് വരുന്ന യേശുവിനെ ദാവീദിൻ്റെ പുത്ര എന്ന് വിളിച്ച് പ്രതീക്ഷയോടെ അവർ വരവേറ്റതും വഴിയിൽ അവരുടെ മേലങ്കി പോലും വിരിച്ച് യേശുവിന് ഓശാന പാടിയതും. പക്ഷേ യേശു തൻ്റെ സാമ്രാജ്യം ഭൗതികമല്ല, ആത്മീയമാണ് എന്ന് വിശ്വസിച്ചതുകൊണ്ട് അവരുടെ പ്രതീക്ഷയെ മറികടന്ന് ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി അതുവരെ ഉണ്ടായിരുന്ന പാരമ്പര്യങ്ങളെ തല്ലിയോടിച്ചു. ജൂതന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരമാണ് മൃഗബലി. ഇബ്രാഹിമിൻ്റെ കാലം മുതൽ അതിലുണ്ട്. മകനെ പോലും ബലി കൊടുക്കാൻ ദൈവം കൽപ്പിച്ചൊരു കാലമുണ്ട്. ലോകത്തെല്ലായിടത്തു നിന്നും പെസഹ ദിവസം ബലിക്ക് വേണ്ടി ജൂതന്മാർ എത്തുന്ന സമയമാണ്. ഈ സമയത്താണ് യേശു ക്രിസ്തു അവിടെ വന്ന് ഒരു ചാട്ടവാറെടുത്ത് ഈ ബലിമൃഗങ്ങളെയെല്ലാം അത് വിൽക്കുന്നവരെയും അടിച്ചോടിച്ചതും. നാണയമാറ്റക്കാർ, അത് നേർച്ച കൊടുക്കാനുള്ള പണം മാറുന്നതാണ് നാണയമാറ്റക്കാർ. ലോകത്തിന് നാനാഭാഗത്തുനിന്ന് വരുമ്പോൾ അവിടുത്തെ നാണയം വേണം. അല്ല, അവരെല്ലാം യേശു ക്രിസ്തു അടിച്ചോടിക്കുന്നത്. ഇത് ജൂത പുരോഹിതന്മാരെ ചോടിപ്പിച്ചു. ഇതോടുകൂടി അവർക്ക് മനസ്സിലായി ഇദ്ദേഹം പാരയാകും, പ്രശ്നമാകും. അങ്ങനെയാണ് താൻ സ്വയം രാജാവാണ് എന്ന് പ്രഖ്യാപിച്ചു. നിങ്ങളുടെ സാമ്രാജ്യം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് കുറ്റമാരോപിച്ചുകൊണ്ട് ഈ പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ ജൂതന്മാർ യേശുവിനെ പീലാത്തോസിന് മുമ്പിൽ എത്തുന്നത്. പീലാത്തോസ് അന്ന് ഇസ്രായേലിലെ ഗവർണറാണെന്ന് ഓർക്കണം. യേശുവിനെ രാജാവാക്കി വാഴിക്കാൻ അവർ ആഗ്രഹിച്ചു. അതിനുവേണ്ടി അവർ ജയ് വിളിച്ചു. എന്നാൽ യേശു താൻ ഭൗതിക രാജ്യത്തിൻ്റെ രാജാവാകാൻ വിസമ്മതിച്ചു, വഴുതി മാറി. അതിൻ്റെ ഫലമായാണ് യേശുവിന് മരണം അനുഭവിക്കേണ്ടി വന്നത്. രാജാവാകാനുള്ള അവസരം വേണ്ടെന്ന് വെച്ച് മരണത്തിലേക്ക് പോവാൻ തീരുമാനമെടുത്ത ദിവസമായിരുന്നു ഓശാന ഞായറാഴ്ച. ആ ഓർമ്മയിലാണ് ക്രൈസ്തവർ ഓശാന ഞായറാഴ്ച ആചരിക്കുന്നത്. തുടർന്നായിരുന്നു യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ദിനങ്ങൾ. ജൂതന്മാർ പെസഹ ആചരിക്കുന്ന പെസഹ വ്യാഴാഴ്ച അന്ത്യത്താഴമുണ്ടു. പിറ്റേ ദിവസം യേശു സ്വയം മരണത്തിന് കീഴടങ്ങി.